മറ്റൊരാളിൽ അനുഗ്രഹം തന്നേക്കാൾ കാണുമ്പോൾ അതിൽ അസൂയയും മാനസികമായ ഒരു ടെൻഷനും വല്ലാത്തൊരു പല്ല് ഞെരിച്ചൊന്നും നീ നടക്കണ്ട. നിങ്ങളിൽ ആരെങ്കിലും തന്റെ സഹോദരനിൽ കണ്ടെത്തിയാൽ മായുഅ്ജിബുഹു, തനിക്കേറെ പ്രിയങ്കരമായത് അത് തന്നിലില്ല അയാളിൽ കണ്ടാൽ, ഫൽയദ്ഉ ലഹു ബിൽ ബറക്കത്തി, അയാൾക്ക് ബറക്കത്തിന് വേണ്ടി നീ ദുആ ചെയ്യണേ. ബാറക്കല്ലാഹ്, തബാറക്കല്ലാഹ്, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്, അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ എന്നിങ്ങനെ പറയണം. അത് മനസ്സറിഞ്ഞാട് പറയണം. അപ്പോ നമുക്കും ഉയരാനും വളരാനും ഒക്കെ സാധിക്കും. നമുക്കും അതിലൂടെ ആ രൂപത്തിലുള്ള പുരോഗതികളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടത് എന്താണെങ്കിൽ അതിനുള്ള പണികളും അധ്വാനങ്ങളും ഒക്കെ ഞാനും എടുക്കുക. തനിക്കിഷ്ടപ്പെടുന്നതാണല്ലോ പുരോഗതി എന്നുള്ളത്. അത് മറ്റൊരാൾക്കുണ്ടാകുന്നത് താൻ ഇഷ്ടപ്പെടുകയാണ് ചെയ്യേണ്ടത്. തൻ്റെ മനസ്സിലുള്ള അസൂയ തനിക്ക് കുഴപ്പം അസൂയയാണ് എന്ന് സ്വയം ഒന്നും തിരിച്ചറിയണം. ആ രോഗം തനിക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ചികിത്സിക്കണം. എന്താ ചികിത്സ? അതാ മനസ്സിൽ നിന്ന് എടുത്താണ് നീക്കുക. അതാണ് നീക്കിയിട്ട് റഹ്മാനായ റബ്ബേ, എൻ്റെ മനസ്സിലുള്ള ഒരാളോടും ഒരു തരി പോലും അസൂയ ഉണ്ടാകരുതേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ആരോടെങ്കിലും അസൂയ തോന്നുന്നുണ്ടെങ്കിൽ ആ നിലക്കുള്ള ഒരു ചിന്ത മനസ്സിൽ നിന്ന് ഉടനടി എടുത്ത് നീക്കിക്കൊണ്ട് കുറ്റബോധത്തോടുകൂടെ റഹ്മാനായ റബ്ബേ, എൻ്റെ സ്വഭാവം നീ നന്നാക്കി തരണേ, എൻ്റെ ഖൽബ് ക്ലിയറാക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ റഹ്മാനായ റബ്ബ് നമ്മയും അനുഗ്രഹിക്കും. അതല്ലെങ്കിൽ യാതൊരു രൂപത്തിലുള്ള പോറലും മറ്റൊരാൾക്ക് ഏൽപ്പിക്കാൻ നിന്നെ കൊണ്ടാവില്ല. നീ ആണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കും ചെയ്യേണ്ടി വരും. അത് നിന്റെ ജീവിതത്തെ കുടുസാക്കും, നിന്നെ പ്രയാസപ്പെടുത്തും എന്നുള്ളതല്ലാതെ ഒരു കാര്യവും നിനക്കുണ്ടാവുകയുമില്ല.